ഒരു തണുപ്പ് കാലത്തായിരുന്നു ഞാൻ അരവിന്ദേട്ടനൊപ്പം ഗൾഫിലേക്ക് പോകുന്നത്. എൻ്റെ പേര് മീര. എനിക്കിപ്പോൾ 32 വയസ്സുണ്ട്. എനിക്ക് രണ്ട് മക്കളാണുള്ളത്. അവർ രണ്ടുപേരും നാട്ടിലാണ്. ഒരാള് UKGയിലും ഒരാള് 2ാം ക്ലാസ്സിലുമായിട്ടാണ് പഠിക്കുന്നത്. കുറെ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ഗൾഫിലൊന്ന് വരണം, പിന്നെ അരവിന്ദേട്ടനൊപ്പം ഈ നാടൊക്കെ ഒന്ന് ചുറ്റിക്കാണണമെന്ന്. പക്ഷേ വന്നു കയറിയതാണെന്നുണ്ടെങ്കിൽ തണുത്ത മാസത്തിലായിരുന്നു വന്നു കയറിയത്. അതുകൊണ്ട് തന്നെ ജാക്കറ്റ് പോലുള്ള ഈ ഒരു ചാക്ക് കഷ്ണം ഇടാതെ കിടക്കാനോ ഇരിക്കാനോ പറ്റില്ല. അങ്ങനെ തണുപ്പ് കൂടിയ ഒരു സമയത്തായിരുന്നു അരവിന്ദേട്ടൻ നേരെ ഒരു ഹീറ്റർ വാങ്ങിച്ചുകൊണ്ട് വെച്ചത്. അതാകുമ്പം റൂമിലാണെങ്കിൽ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. ഞാൻ അതിനുശേഷമാണ് ആ ഒരു ജാക്കറ്റ് ഊരി മാറ്റിയത്. ഇപ്പോൾ ഫ്രീ ആയിട്ട് നടക്കാം, ഒരു കുഴപ്പമില്ല. അതായിരുന്നു ഒരു പ്രത്യേകത. ഇന്ന് തിങ്കളാഴ്ച ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ അരവിന്ദേട്ടൻ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഞാനിന്ന് പോകാണ്, ചിലപ്പോൾ ഇന്ന് 2 ദിവസത്തേക്ക് എനിക്ക് വരാൻ പറ്റില്ല. മറ്റൊന്നും കൊണ്ടല്ല, എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ടൂറും കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു മരുഭൂമിയിലേക്കാണ്. അവിടെ 2 ദിവസം ഒന്ന് പോയി നിൽക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നീയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. തൊട്ടപ്പുറത്താണെന്നുണ്ടെങ്കിൽ ലീന ചേച്ചി ഉണ്ടല്ലോ, അവർ നേഴ്സല്ലേ, അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞാലും മതി എന്ന് എൻ്റെ അടുത്ത് പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു അന്യനാട്ടിൽ വന്നിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് ആദ്യമായിട്ട്. ഈ ഒരു സമയത്ത് ഇനി 2 ദിവസത്തേക്ക് അരവിന്ദേട്ടൻ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് കാര്യങ്ങളും ലീന ചേച്ചിയുടെ അടുത്ത് പറയണമല്ലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. ലീന ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. പിന്നെ തൊട്ടടുത്ത ഫ്ലാറ്റിൽ തന്നെയാണ് താമസവും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ തന്നെ എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ട് പോയാണ് ഞാൻ ചോദിക്കാറ്. ആ ഒരു കാര്യങ്ങളാണ് ഒരു ധൈര്യം ഉണ്ടായിരുന്നത്. അങ്ങനെ അരവിന്ദേട്ടന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കൊടുത്ത് പോകാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി കൊടുത്തതിന് ശേഷമാണ് ഞാൻ വാതിൽപ്പടിയിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ തന്നെ അരവിന്ദേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കമ്പനിയും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ആ ഒരു പൈപ്പ് പൊട്ടിയതും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ ഒരാൾ വരാമെന്ന് അവർ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഇരിക്കാനും പിന്നെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാനും പറയണം കേട്ടോ എന്ന് അരവിന്ദേട്ടൻ പറയുന്ന സമയത്ത് എനിക്ക് അതിനെപ്പറ്റിയിട്ട് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. ഞാനിങ്ങനെ അന്താളിച്ച് നിൽക്കുന്ന സമയത്ത് അരവിന്ദേട്ടൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്കെന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് ലീന ചേച്ചി ഉണ്ടല്ലോ, അവരുടെ അടുത്ത് പോയി ചോദിക്കുകയോ അല്ലെങ്കിൽ അവരെ വിളിച്ചാലോ മതി. അവർ എന്തിനും ഒരു ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യും. എപ്പോഴും ലീന ചേച്ചിയെ ഞാൻ എങ്ങനെയായിരിക്കും വിളിക്കുക എന്നും ഞാൻ ആലോചിച്ചു. കാരണം കാര്യം അവരൊരു ഫാമിലി ഫ്രണ്ട് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അവർക്കും അവരുടേതായ തിരക്കുകളും കാര്യങ്ങളൊക്കെ കാണില്ലേ. അതൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ നിന്നു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു ഗുഡ് ബൈയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. ആ നിമിഷം വാതിൽപ്പടിയിൽ നിന്ന് ഞാൻ ചിരിച്ചു. നീ ഇപ്പം അത്യാവശ്യം സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം അരവിന്ദേട്ടൻ പറയുന്ന സമയത്ത് ഞാൻ ഒരു പുഞ്ചിരി സമ്മാനിച്ചു. അത് കഴിഞ്ഞ് അരവിന്ദേട്ടൻ പോകുന്ന സമയത്ത് ഒരു ഏകാന്തതയായിരുന്നു. അപ്പോഴായിരുന്നു ലീന ചേച്ചി പുറത്തുനിന്ന് എന്നെ വിളിക്കുന്നത്. എന്താണ്, ആള് പോവുകയാണോ എന്ന് ചോദിച്ചു. അസമയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ചേട്ടന് 2 ദിവസത്തെ ടൂറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ലീന ചേച്ചിയുടെ 2 മക്കളും എന്തോ ഒരു കാര്യം ലീന ചേച്ചിയുടെ ചെവിയിൽ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, എന്താണ് ചേച്ചി എന്ന് ചോദിക്കുന്ന സമയത്ത് ലീന ചേച്ചി പറഞ്ഞു, അത് മോളിച്ചിരി സുന്ദരിയായിട്ടുണ്ട് അവള് പറഞ്ഞത് എന്ന് പറയുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, അരവിന്ദേട്ടനും ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ അതാണ് പറഞ്ഞിട്ട് പോയത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ നിൽക്കുകയാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഒരാളാണ്, അതിനൊത്ത ശരീരമുണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള തൂവെള്ള നിറമാണ് ഇപ്പോഴേ. പിന്നെ കുറച്ച് ഫേഷ്യലും കാര്യങ്ങളൊക്കെ ഈ വന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയൊരു പുട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, ലിപ്സ്റ്റിക്കും ഉണ്ട്. അത്യാവശ്യം ഒരു മേക്കപ്പ് ഇട്ട ഒരു സുന്ദരി കോത തന്നെയാണ് ഞാനും എന്ന് ഒരു കാര്യം എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പോഴായിരുന്നു ഞാൻ ലീന ചേച്ചിയെടുത്ത് ആ ഒരു കാര്യം തന്നെ പറഞ്ഞത്. ചേച്ചി, ഇവിടെ ശരിയാക്കാനോ മറ്റോങ്കിലും പ്ലംബറോ കാര്യങ്ങളോ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ചേച്ചി ഇവിടെ കാണത്തില്ലേ എന്ന് ചോദിച്ച സമയത്ത് ചേച്ചി എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിവിടെ കാണില്ല കേട്ടോ, എനിക്ക് ഡ്യൂട്ടിയും കാര്യം ഉണ്ടല്ലോ മോളെ, അതും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, അതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. നീ എന്താണെന്നുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്നൊരു വാഗ്ദാനവും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ലീന ചേച്ചി അകത്തേക്ക് പോയി. ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ ലീന ചേച്ചി യൂണിഫോം ഇട്ടുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എനിക്കും ആ ഒരു കാര്യങ്ങൾ അറിയായിരുന്നു. വെറുതെ എന്തിനാണ് ലീന ചേച്ചിയുടെ ബുദ്ധിമുട്ടിക്കുന്നെന്ന് ഞാൻ തന്നെ മനസ്സിൽ വിചാരിച്ചു.
ലീന ചേച്ചി പോയി ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോഴായിരുന്നു ഞാൻ അടുക്കളയിൽ നിന്ന് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് കോളിംഗ് ബെല്ല് ആരോ റിങ് ചെയ്യുന്ന കണക്ക് തോന്നി. ഞാൻ മെല്ലെ മെല്ലെ ആ ഒരു കതകിന്റെ അടുത്തേക്ക് നടന്നു. ഫ്രണ്ട് ഡോറിന്റെ ആ ഒരു കതകായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്കൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അരവിന്ദേട്ടൻ പോയി കഴിഞ്ഞാലും പിന്നെ ലീന ചേച്ചി പോയി കഴിഞ്ഞാലും പിന്നെ ആരാണ് ഇങ്ങനെ ഹോളിംഗ് ബെല്ലടിക്കുന്നത്? അങ്ങനെ ഞാൻ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് ആ ഒരു വാതിലിന്റെ ഊട്ടയിൽ കൂടി ഞാൻ പുറത്തേക്ക് നോക്കി. അപ്പോൾ ഞാൻ കാണുന്നത് ഒരു ആഫ്രിക്കക്കാരനെയായിരുന്നു. ആഫ്രിക്കക്കാരനാണെന്നുണ്ടെങ്കിൽ നല്ല കറുത്തിരുണ്ട് ഒരു നീഗ്രോ ലുക്കുള്ള ഒരു മനുഷ്യൻ. ആ സമയമാണെന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ കുറേയധികം ടൂൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ അരവിന്ദേട്ടനെ വിളിച്ചു. അതെ, ഒരാൾ വന്നിങ്ങനെ നിൽക്കുന്നു. അത് ചിലപ്പോ ഞാൻ പറഞ്ഞ മെക്കാനിക് ആയിരിക്കും. അരവിന്ദേട്ടൻ അതിനെല്ലാം മറുപടി പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ടെൻഷൻ വാതിൽ തുറക്കാനായിട്ട്. അപ്പോൾ ലീന ചേച്ചി അപ്പുറത്തെങ്ങാനും കാണുമോ, ഇനി തിരിച്ചു വന്ന് കാണുമോ എന്നൊക്കെ ഒരു ഭീതി എന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ലീന ചേച്ചിയെ ഫോൺ എടുത്ത് വിളിച്ചു. ഞാൻ ലീന ചേച്ചിയെ ഫോൺ എടുത്ത് വിളിക്കുമ്പോൾ ആദ്യം കിട്ടിയില്ല. ശേഷം പിന്നെയും വിളിച്ചപ്പോൾ ലീന ചേച്ചി ഫോൺ എടുത്തു. ഫോൺ എടുത്തിട്ട് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്താടാ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ലീന ചേച്ചി, ഇതുപോലൊരു കാര്യമുണ്ട്. ഇങ്ങനെ അകത്ത് പൈപ്പും കാര്യങ്ങളൊക്കെ പൊട്ടിക്കിടക്കുകയാണ്. ഇവിടെ പ്ലംബിംഗ് പണിക്കായിട്ട് ഒരു ആഫ്രിക്കക്കാരനാണ് വന്നത്. എനിക്ക് കതക് തുറക്കാൻ ഒരു പേടിയും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്ന സമയത്ത് ലീന ചേച്ചി ഒരു മോട്ടിവേഷൻ ക്ലാസ് എന്ന പോലെ എനിക്ക് പറഞ്ഞു തന്നു. എടി, അതൊന്നും പേടിക്കാനൊന്നുമില്ല. അവിടെ എല്ലാവരും മനുഷ്യന്മാരല്ലേ. നീ കതക് തുറന്നോളൂ, കുഴപ്പമില്ല. അവരവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിൽ പൊക്കോളും എന്ന് പറഞ്ഞു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ എനിക്ക് കതക് തുറക്കാൻ പിന്നെ ഒരു പേടിയായിരുന്നു. ചേച്ചി, ഞാൻ തുറക്കണോ? നീ തുറന്നോ, ധൈര്യമായിട്ട് തുറന്നോ എന്ന് ലീന ചേച്ചി വീണ്ടും ഒരു കോൺഫിഡൻസ് തന്നു. ആ സമയത്ത് തന്നെ ഞാൻ ആ ഒരു ഫ്രണ്ടിലെ കതക് തുറന്നു. അപ്പോൾ അയാളിങ്ങനെ പല്ലളിച്ച് നിൽക്കുകയായിരുന്നു. ആ സമയം ഞാനൊരു പരിഭ്രാന്തം എന്ന പോലെ ചോദിച്ചു. ഇംഗ്ലീഷിലാണ് ചോദിച്ചത്. ഒരു മുറി ഇംഗ്ലീഷിൽ ആരാണ്, എന്താണ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അയാൾ തന്നെ മറുപടി പറയുമ്പോൾ എനിക്കാദ്യം മനസ്സിലാവുന്നില്ലായിരുന്നു. പിന്നെ ചെവി ഒന്ന് കൂർപ്പിച്ച് അയാളുടെ അടുത്തേക്ക് കുറച്ചുകൂടെ നീങ്ങി നിന്ന സമയത്താണ് എനിക്ക് കാര്യം പിടികിട്ടിയത്. അയാൾ ഇവിടെ പ്ലംബിംഗ് വർക്ക് പണിക്ക് വന്നതാണ്, ഇവിടുന്ന് കമ്പനിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, അകത്താണ്, ഇവിടെ പൊട്ടിക്കിടക്കുകയാണ് പൈപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ എന്തോ ഇംഗ്ലീഷിൽ പറഞ്ഞു. ആ സമയം അയാളും അകത്തേക്ക് കയറി വന്നു. ആ ടൈമിൽ ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ അടുക്കളയിലോട്ട് പോവാണ്, ഇവിടെയാണ് പ്ലംബിംഗ് എന്നുള്ള കാര്യം. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞു, ഒന്ന് നിൽക്കണേ, ഇതൊന്ന് കാണിച്ചു തന്നിട്ട് പോകണം എന്നുള്ള രീതിയിൽ അയാൾ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാനും അയാളും കൂടെ ആ ഒരു ടോയ്ലറ്റിന്റെ ആ വശത്തേക്ക് പോയി. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ അയാൾ മൊത്തത്തിലൊന്ന് നോക്കുന്നുണ്ടായിരുന്നു. ടോയ്ലറ്റും കാര്യങ്ങളും എല്ലാം വൃത്തിയായി തന്നെ കിടക്കുകയാണ്. അതുകൊണ്ട് വേറെ ടെൻഷനില്ല. അങ്ങനെ അയാൾക്കൊപ്പം ഞാൻ അകത്തേക്ക് കയറി ചെന്നു. ആ സമയമാണെന്നുണ്ടെങ്കിൽ അയാൾ പറഞ്ഞു, അതെ, ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് തരണം എന്നുള്ള രീതിയിൽ. ആദ്യം എനിക്ക് മനസ്സിലായില്ലെങ്കിലും അയാൾ ആംഗ്യ ഭാഷയിൽ ഇങ്ങനെ കാണിച്ചു. ഇതൊന്ന് പിടിച്ചു തരണം, പിന്നെ ആ ഒരു കാര്യങ്ങൾ പശ ഒട്ടിക്കണം. ഇത്രയും ഇങ്ങനെ ആംഗ്യ ഭാഷ കാണിക്കുമ്പോൾ ഞാൻ എല്ലാത്തിനും ഒരു പേടി എന്ന പോലെ ഒന്ന് തലകുലുക്കി. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ആള് ഒന്ന് പുഞ്ചിരിച്ചു. എന്താണ്, പേടിച്ചിരിക്കണോ? യു സ്കെയർ മീ എന്നുള്ള രീതിയിൽ എന്തോ ഒന്ന് സംസാരിക്കണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല അല്ല എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അയാൾ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഞങ്ങളൊക്കെ മനുഷ്യന്മാരാണ് എന്നുള്ള രീതി പറയുമ്പോൾ ഞാനൊന്ന് പുഞ്ചിരിച്ചു. അങ്ങനെ കുറച്ച് സമയം ഞാനും അയാളും കൂടെ ആ വാഷ്റൂമിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു പൈപ്പ് ഇങ്ങനെ നോക്കി നിന്നു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വേഷം സാരിയായിരുന്നു. സാരി എന്ന് പറഞ്ഞാൽ നല്ല പട്ടു സാരി. അത് വേറെ ഒന്നുമല്ലായിരുന്നു, വീട്ടിൽ വന്ന സമയത്ത് ഞാൻ ഉടുക്കുന്നതൊക്കെ അതൊക്കെയായിരുന്നു. ലീന ചേച്ചിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മോഡേൺ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ വന്നു കയറിയതല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ യൂസ് ചെയ്തത്. പിന്നെ ഇന്നാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒന്ന് പുറത്തു പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ലീന ചേച്ചി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇയാള് വന്നു കയറുന്നത്. ആ, എന്തേലും ആവട്ടെ എന്ന് വിചാരിച്ചു. ആ നിമിഷം അയാൾ ആ പൈപ്പിൽ പിടിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ആ ഒരു പൈപ്പ് കയറി പിടിച്ചു. അങ്ങനെ പൈപ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആള് പറഞ്ഞു, ഞാൻ വെള്ളം തുറക്കാണ് കേട്ടോ, ചിലപ്പം തെറിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ കുറച്ച് സ്വല്പം മാറി നിൽക്കാനായിരുന്നു അയാൾ പറഞ്ഞത്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിന്റെ ഫ്രണ്ടിലോട്ട് കയറി നിന്നു. അപ്പോൾ തന്നെ അയാൾ ആ ഒരു പൈപ്പ് തുറന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം എല്ലാം കൂടെ തെറിച്ച് എൻ്റെ ദേഹത്തേക്കും ആ ഒരു സാരിയും ബ്ലൗസും എല്ലാത്തിനകത്തോടും നിറച്ച് ആ രീതിയിലോട്ടങ്ങായി. പെട്ടെന്ന് ആ ഒരു ശരീരം മൊത്തം ആ വെള്ളം തെറിച്ചു. ആ ഒരു
ചെറിയ ചെറിയ കറകളും കാര്യങ്ങളും എല്ലാം സാരിയിലേക്ക് പിടിച്ചു. ഞാൻ പെട്ടെന്ന് അയ്യേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ മാറി. അപ്പോൾ തന്നെ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ എന്ന് അയാൾ വീണ്ടും എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്ന സമയത്ത് ഞാൻ അയാളെ ഒന്ന് നോക്കി. ശരിയാണ്, അയാൾ പറഞ്ഞത് എനിക്ക് മനസ്സിലാവാത്തതാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഈ ഒരു ഡ്രസ്സ് ഈ ഒരു കാര്യത്തിന് കൊള്ളത്തില്ല മേഡം. വേറെ ഏതെങ്കിലും ഡ്രസ്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ ഏതെങ്കിലും ഡ്രസ്സ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇതേപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ തെറിച്ചു വരും എന്നുള്ള കാര്യം പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് അത് നന്നായിട്ട് മനസ്സിലായി. ഞാൻ പറഞ്ഞു, എങ്കിൽ പിന്നെ ഞാൻ ഡ്രസ്സൊന്ന് മാറിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഒരു ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു റൂമിലേക്ക് പോകുന്നത്. ആ ടൈമിൽ അയാള് അവിടെ കാര്യമായിട്ട് എന്തോ ജോലികളും കാര്യങ്ങളും ചെയ്യുകയായിരുന്നു. ഞാൻ മുറിക്കകത്തേക്ക് ചെല്ലുന്ന സമയത്ത് എൻ്റെ സാരിയിൽ നിന്നും ആ ഒരു എല്ലാത്തിൽ നിന്നും വെള്ളവും കാര്യങ്ങളൊക്കെ ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. ഞാൻ അകത്തേക്ക് ചെന്നതിന് ശേഷം ആ ഒരു അലമാരി തുറന്നു. ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുത്ത് ഇടുകയല്ലാതെ വേറെ രക്ഷയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു അലമാര തുറന്നതിന് ശേഷം അതിൽ നിന്നും കുറേയധികം ഡ്രസ്സ് എടുത്തു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും പിന്നെ ഇച്ചിരി പഴകിയതുമായിട്ടുള്ള ആ ഒരു ഡ്രസ്സ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു മാക്സി ആയിരുന്നു. അത് വീട്ടിലധികം യൂസ് ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് വീട്ടില് അധികം ആരും ഇങ്ങനെയുള്ള ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന കാര്യമായി ചിന്തിക്കുക വേണ്ട. ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്. ഞാൻ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കി. അതാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ലൂസും കാര്യങ്ങളൊക്കെ ആണ് എന്നുണ്ടെങ്കിലും കംഫർട്ടാണ്, പിന്നെ കളയാൻ വെച്ചിരിക്കുന്ന ഡ്രസ്സല്ലേ, അതുകൊണ്ട് ഇത് തന്നെ ഇട്ടാൽ മതി എന്ന് ഞാൻ വിചാരിച്ചു. ഇനി കറയോ എന്തെങ്കിലും ആ ഒരു വെള്ളമോ തെറിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു ഡ്രസ്സ് മാത്രം യൂസ് ചെയ്യാതിരുന്നാൽ പോരെ എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടാണ് അതും ഇട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോഴാണെന്നുണ്ടെങ്കിൽ എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇടാതിരുന്ന ഡ്രസ്സും പിന്നെ ആ ഒരു ലുക്സും കാര്യങ്ങളും ഒരു മോഡേൺ ലുക്ക് തന്നെ ഞാനിപ്പം ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്ന് കൊതിച്ചു പോകുന്ന ഒരു സുന്ദരി പെൺകുട്ടി തന്നെ. ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ അത് ആലോചിച്ചു. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണെന്നുണ്ടെങ്കിൽ ആഫ്രിക്കക്കാരനാണെന്നുണ്ടെങ്കിൽ ഞാൻ വരുന്ന ആ ഒരു കാഴ്ച ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. അപ്പോൾ തന്നെ അയാൾ രണ്ട് കൈയുമെടുത്ത് അങ്ങനെ തമ്പും ബ്രഷും കാണിച്ചു. ഗുഡ് ഗുഡ് വെരി ഗുഡ് എന്നുള്ള രീതിയിലാണ് അയാൾ കാണിച്ചത്. അത് കാണിച്ച സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനും ഒന്ന് പൊങ്ങിപ്പോയി. മറ്റൊന്നും ആയിരുന്നില്ല, ആ ഒരു ആൾക്കാർ തന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ള പെണ്ണുങ്ങൾക്കും ആ ഒരു ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ വരുമല്ലോ. ഞാൻ ആ ഒരു പുഞ്ചിരിയോട് കൂടി തന്നെ ആ നിമിഷം ആ ഒരു വാഷ്റൂമിന്റെ അതിനകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അയാൾ വീണ്ടും വീണ്ടും കാണിച്ചു, ദിസ് ഡ്രസ് ഈസ് ഗുഡ് മാഡം എന്ന് അയാൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് പഴയ ഡ്രസ്സാണ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ, ക്യാൻ യു ഹെൽപ്പ് മീ എന്നുള്ള രീതിയിൽ അയാൾ വീണ്ടും ചോദിച്ചു. ഞാൻ വീണ്ടും അയാളെ സഹായിക്കാനായിട്ട് അങ്ങോട്ട് ചെന്നു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നി. ഞാൻ അയാളോട് ചോദിച്ചു, എന്തെങ്കിലും വെള്ളം വേണോ, ഡു യു വാണ്ട് വാട്ടർ എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞു, ഇപ്പൊ ഒന്നും വേണ്ട, ഞാൻ വെള്ളം കുടിച്ചോളാം എന്നുള്ള രീതിയിൽ തന്നെ മറുപടി പറഞ്ഞു. അങ്ങനെ അയാൾക്കൊപ്പം ഞാൻ ആ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്തു. അപ്പോൾ തന്നെ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതെല്ലാം നല്ല രസമാണ് മാഡം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിലും നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇതിനൊക്കെ ഒരു പാഷൻ വേണം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, അതെ, മാഡത്തിന് കുക്കിങ് ഭയങ്കര പാഷനാണോ എന്നുള്ള രീതിയിൽ അയാൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കുക്ക് ചെയ്യാറുണ്ട്, പിന്നെ പക്ഷേ ഇന്ത്യൻ ഫുഡാണ്, ആഫ്രിക്കൻ ഫുഡൊന്നും എനിക്കറിയില്ല. അപ്പോൾ അയാൾ ഒന്ന് ചിരിച്ചു. ഞാൻ ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാനും ഒന്ന് ചിരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വീണ്ടും ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോഴും പതിവിൽ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വെള്ളമെല്ലാം കൂടെ തെറിച്ച് വീണ്ടും എൻ്റെ ദേഹത്തേക്ക് വീണു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ നേരത്തെ പോലെ അയ്യേ പൊത്തെ അങ്ങനെയൊന്നും വിളിച്ചതൊന്നുമില്ല. എൻ്റെ മനസ്സിലാണെങ്കിൽ ഒരു പുഞ്ചിരിയാണ് വന്നിരുന്നത്. ആ സമയത്ത് തന്നെ അയാൾ പറഞ്ഞു, ഗുഡ് മാഡം, ദിസ് ആറ്റിറ്റ്യൂഡ് ഈസ് ഗുഡ് എന്ന് അയാൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് വീണ്ടും വെള്ളവും കാര്യങ്ങളൊക്കെ തെറിച്ച് എൻ്റെ ആ ഒരു ശരീരത്തേക്ക് വീണു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ സമയത്ത് ചിരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മനുഷ്യൻ, അയാളുടെ കഠിനാധ്വാനം പറയാതിരിക്കാൻ വയ്യ. നല്ല ജിം ബോഡിയും പിന്നെ ആ ഒരു കറുത്ത് ആ രീതിയിലുള്ള ശരീരപ്രകൃതവും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അയാൾ ആ സ്പാനറും കാര്യങ്ങളൊക്കെ ആയിട്ട് മുറുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരുന്നു, ആള് എത്ര ഏകാഗ്രതയോടു കൂടിയാണ് ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് ചില സമയത്ത് നമ്മുടെ നാട്ടിലെ വർക്കിംഗ് തൊഴിലാളികൾക്ക് പോലും ഇത്രയും കാര്യങ്ങളൊന്നും അറിയില്ല എന്നൊക്കെ ഞാനും ചിന്തിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ അയാൾ എല്ലാം മുറുക്കിയെടുത്ത് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ അയാൾ ആ ഒരു ടാപ്പ് തുറക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ നനഞ്ഞ് കുടിച്ചെറിഞ്ഞ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ പതുക്കെ എഴുന്നേറ്റ് ആ ഒരു ടാപ്പ് തുറന്നു. അപ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം കറക്റ്റായിട്ട് വരാൻ തുടങ്ങി. ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി അയാളൊരു ടച്ചപ്പ് പണിയും കൂടെ ചെയ്യുന്ന കണ്ടപ്പോൾ
ഞാൻ വിചാരിച്ചു ക്യാഷിനി എക്സ്ട്രാ കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അരവിന്ദേട്ടനാണെന്നുണ്ടെങ്കിൽ ഏകദേശം കുറച്ച് പൈസ മാത്രമേ എൻ്റെ കയ്യിൽ തന്നിട്ടുള്ളൂ. അത് എണ്ണാൻ മാത്രമേ എനിക്കറിയത്തുള്ളൂ. അതിൻ്റെ പൈസ എന്താണ്, അതിൻ്റെ മൂല്യം എന്താണ് എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ അയാൾ എല്ലാ പണികളും കാര്യങ്ങളും എല്ലാം ചെയ്തതിനു ശേഷം അയാളൊരു ബില്ല് എൻ്റെ കയ്യിലേക്ക് എടുത്തുന്നു. ഇതാണ് ആ ഒരു പേയ്മെന്റ് കാര്യങ്ങളും. ആ സമയം ഞാൻ അലമാരയിൽ അരവിന്ദേട്ടൻ വെച്ചിട്ട് പോയ ആ ഒരു പൈസ എടുത്ത് എണ്ണാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തന്നെ ആ ഒരു എണ്ണം കൊണ്ട് മനസ്സിലായി, ഇതും ആ ഒരു അയാൾ തന്ന ബില്ലുമായിട്ട് ഏകദേശം ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന്. അതിനേക്കായി കുറവ് പൈസയാണ് അരവിന്ദേട്ടൻ തന്നത്. ഇതിപ്പം എന്താ ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു. ഞാൻ ആദ്യം അരവിന്ദേട്ടനെ വിളിച്ചു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ അത് മതിയാവുമല്ലോ, ഇതെന്താ അവൻ എക്സ്ട്രാ ചോദിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ അരവിന്ദേട്ടൻ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ എനിക്ക് ഭാഷയും കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അരവിന്ദേട്ടൻ്റെ അടുത്ത് ഞാനിത് പറയുമ്പോൾ അവന്റെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഫോൺ കൊടുത്ത സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പണികൾ കുറച്ച് കൂടുതലുണ്ടെന്നും അതുകൊണ്ട് ക്യാഷ് കമ്പനിയിൽ നിന്നും ഇത്രയും തന്നെ വാങ്ങിക്കണം എന്നും പറഞ്ഞിട്ടുണ്ടെന്ന് അയാൾ പറയുകയും ചെയ്തു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ അരവിന്ദേട്ടൻ കുടുങ്ങി. തൊട്ടപ്പുറത്താണെങ്കിൽ ലീന ചേച്ചിയും ഇല്ലായിരുന്നു. അപ്പോൾ തന്നെ അരവിന്ദേട്ടനാണെന്നുണ്ടെങ്കിൽ ജോലിയുടെ തിരക്കും ആ ഒരു ടൂറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ ലീന ചേച്ചി വരികയാണെന്നുണ്ടെങ്കിൽ ലീന ചേച്ചി എടുത്ത് കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു ബാക്കി. ശേഷമാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്ത് പറഞ്ഞു വിടാൻ നോക്ക്, ഒരുപാട് നേരം നിർത്തണ്ട എന്നൊക്കെ അരവിന്ദേട്ടൻ പറഞ്ഞ് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് പോയി. അപ്പോഴാണെങ്കിലും എനിക്ക് നല്ല വിഷമം തോന്നി. മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. അരവിന്ദേട്ടൻ ഒന്നും പറയാതെ പോയതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ ഒരു വിഷമം ഉണ്ടായിരുന്നു. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എവിടെ പൈസ എന്തേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, തൊട്ടപ്പുറത്തെ വീട്ടിലെ ലീന ചേച്ചി വരും, ആ സമയത്ത് ഞാൻ പൈസ വാങ്ങിച്ചു തരാം, അതുവരെ ഇരിക്കുക എന്നുള്ള രീതിയിൽ അയാളോട് ഞാൻ പറഞ്ഞു. അവിടെ ഇരിക്കാനാണെങ്കിൽ സോഫയും പിന്നെ ആ ഒരു ചെയറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളാണെങ്കിൽ നനഞ്ഞു നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും അയാൾക്ക് പോയാൽ മതി എന്നൊരു ചിന്തയാണ് അയാളുടെ മനസ്സിൽ. അപ്പോൾ സോഫയിൽ പിടിച്ചിരുന്ന എങ്ങനെയാണ് അയാൾക്ക് ഇരിക്കാനും പറ്റില്ലല്ലോ, കാരണം അതുകൊണ്ട് തന്നെ നനഞ്ഞു കുതിർന്ന് നിൽക്കല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ഹസ്ബൻഡിന്റെ ഡ്രസ്സ് എടുത്തുകൊണ്ട് വരാം എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അയാൾ ഓക്കെ പറഞ്ഞു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് നല്ല പേടി തോന്നി. കാരണം ഇങ്ങനെയുള്ള മനുഷ്യന്മാരെയോ കാര്യങ്ങളെയോ ഒന്നും എനിക്ക് അറിയില്ലല്ലോ. നാട്ടിൽ നിന്ന് ഇപ്പം വന്നതല്ലേ ഉള്ളൂ. ഞാൻ വീണ്ടും ഫോണെടുത്ത് ലീന ചേച്ചിയെ വിളിച്ചു. ലീന ചേച്ചി ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണെങ്കിൽ എനിക്കൊരു ആശ്വാസം തോന്നി. കാരണം ലീന ചേച്ചി ഉണ്ടല്ലോ എന്നുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ. അരവിന്ദേട്ടന്റെ ഒരു ഡ്രസ്സും കാര്യങ്ങളും അയാൾക്ക് ഞാൻ എടുത്തു കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞു അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ അയാളാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുകയായിരുന്നു. അയാള് എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കാണെന്നുണ്ടെങ്കിൽ അയാൾ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ കുറച്ചുകൂടി അടുത്ത് നിന്ന് കേൾക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് അധികം കിട്ടുന്നില്ലായിരുന്നു. ഞാൻ കുറച്ചുകൂടെ നേരത്തെ നിന്നതുപോലെ അയാളുടെ അരികിൽ പോയി നിന്നതിന് ശേഷം അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ അയാൾ പറഞ്ഞു, എന്റെ അടുത്ത് ഇരുന്നോളൂ മാഡം, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാലോ, സംസാരിക്കാനൊക്കെ പഠിക്കാൻ പറ്റും എന്നൊക്കെ അയാൾ പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് അതൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം ഇംഗ്ലീഷ് ഒന്ന് ഫ്ലുവൻ്റ് ആവണം, പിന്നെ എല്ലാവരുടെ സംസാരിക്കണം. ലീന ചേച്ചിയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇംഗ്ലീഷൊക്കെ സംസാരിക്കും. അതുകൊണ്ട് അയാളുടെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ചിരിക്കാൻ എനിക്ക് തോന്നി. ഞാൻ അയാൾ പറയുന്നതെല്ലാം അയാളുടെ വായിലേക്ക് നോക്കി. അങ്ങനെ പറയുന്ന ആ ഒരു സ്ഥിതി കണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തു, അയാള് ഏകദേശം 10 കൊല്ലമായിട്ട് ഇവിടെ ജോലി ചെയ്യാണ്. അയാളുടെ വീട്ടില് ഭാര്യയും മക്കളും എല്ലാരും ഉണ്ട്. പക്ഷേ 10 കൊല്ലമായിട്ട് നാട്ടില് അധികം പോയിട്ടില്ല. അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മാഡം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. മാഡത്തിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, അതെ, ഞാനാണെന്നുണ്ടെങ്കിൽ വന്നതേ ഉള്ളൂ, ഭർത്താവായിട്ടുള്ള ഫാമിലി വിസയിലാണ് വന്നത് എന്നൊക്കെ അയാളടുത്ത് ഞാനും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം സംസാരിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ നല്ല കമ്പനിയായി. എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും അയാൾ പറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അയാൾ എൻ്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ചും എൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചും പറയാൻ തുടങ്ങി. നിങ്ങളുടെ ആ ഒരു ആദ്യം എടുത്ത സാരി ഡ്രസ്സ് നല്ല രസമുണ്ടായിരുന്നു, അത് നിങ്ങളുടെ ഒഫീഷ്യൽ ഡ്രസ്സാണല്ലേ, അത് നല്ല രസമുണ്ട് കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഒരു നൈറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാച്ച് ആവുന്നുണ്ട്, എല്ലാം അടിപൊളിയാണ് എന്നൊക്കെ അയാൾ വീണ്ടും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഇന്ത്യക്കാരെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചൂടെ എന്ന് ചോദിച്ച സമയത്താണെന്നുണ്ടെങ്കിൽ അയാൾ പറഞ്ഞു, അയ്യോ നടക്കത്തില്ല, ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആ ഒരു കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്നൊക്കെ അയാളും പറയുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നി അയാളൊരു നല്ല മനുഷ്യനാണെന്ന് തോന്നിപ്പോയി. കാരണം കറുത്തിരിക്കുന്ന ആ ഒരു തൊലിനിറം മാത്രമേ ഉള്ളൂ,
നമുക്ക് കറപ്പായിട്ട് തോന്നുന്നത് അവരുടെ മനസ്സും കാര്യങ്ങളൊക്കെ വളരെ പവിത്രമായിട്ടുള്ള മനസ്സാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ കുറേ സമയം ഞങ്ങളിങ്ങനെ സംസാരിച്ച് ആ ഒരു ടൈമിലിരിക്കുമ്പോഴാണ് ലീന ചേച്ചി ബെല്ലടിക്കുന്നത്. ഞാൻ വാതിൽ തുറന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ലീന ചേച്ചി ഒരു വെപ്രാളത്തോടെ പൈസ കൊണ്ടുവന്ന് അയാളുടെ കയ്യിൽ കൊടുത്തു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അയാൾ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇറങ്ങി. അപ്പോൾ തന്നെ ലീന ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ഓക്കെ അല്ലേ എന്ന് ചോദിച്ച സമയത്ത്, ആ ചേച്ചി എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ലീന ചേച്ചി ഒരു പുഞ്ചിരി ചിരിച്ചിട്ട് അയാൾക്ക് കാശ് കൊടുത്ത് പറഞ്ഞു വിട്ടു. അങ്ങനെ ആ ഒരു ആഫ്രിക്കക്കാരനുമായിട്ടുള്ള ആ ഒരു കമ്പനിക്ക് തുടക്കമിടുകയായിരുന്നു. പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അയാൾ എൻ്റെ നമ്പരും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോയത്. ഇടയ്ക്ക് സംസാരിക്കാം, വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. നല്ലൊരു മനുഷ്യൻ എന്നെനിക്ക് തോന്നി. ഈ ഒരു കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്താണെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം. അപ്പം അതുവരെയും ബൈ ബൈ. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.